ഇന്ന് ലോകത്ത് കാണുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് ഷെയ്ഖ് ഇബ്രാഹിം സാലിഹ് ഹുസൈനി എന്ന ഈ ഗ്രന്ഥത്തിൻ്റെ കർത്താവ്. ഇവരുടെ ഗ്രന്ഥങ്ങൾ എത്രയും നമുക്ക് പിന്നീട് പറയാം. ഇന്ന് ലോകം കണ്ട പ്രധാനപ്പെട്ട മുസ്ലിം പണ്ഡിതന്മാരിൽ സർവാംഗീകൃത പണ്ഡിതന്മാരിൽപ്പെട്ട ഒരാളാണ് ഷെയ്ഖ് ഹബീബ് അലി ജിഫ്രി. ഞാൻ ആ മനുഷ്യനെ മനസ്സിലാക്കാൻ ഒറ്റ ഉദാഹരണം പറയാം. ഇന്ന് ലോകത്തെ മുസ്ലിം സമുദായത്തിലെ ഏറ്റവും മഹാന്മാരായ പണ്ഡിതന്മാരിൽ മഹാനായി ഗണിക്കപ്പെടുന്ന ഒരാളാണ് ഷെയ്ഖ് ഹബീബ് അലി ജിഫ്രി. ആ ഹബീബ് അലി ജിഫ്രിയാണ് ഈ മഹാന്റെ കാലിന്റെ ചോട്ടിലായിരിക്കുന്നത്. ആ ഇരിക്കുന്നത്, കസേരയിൽ ഇരിക്കുന്നത് ഷെയ്ഖ് ഇബ്രാഹിം സാലിഹ് ഹുസൈനി തങ്ങളാണ്. നിലത്ത് താഴെ ഇരിക്കുന്നത് ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഹബീബ് അലി ജിഫ്രിയാണ്. തൊട്ടടുത്തിരിക്കുന്നത് ഉസാമ ലസേരിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ആളാരെ മനസ്സിലാക്കാം. ഈ മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഈ ഗ്രന്ഥത്തിന്റെ കർത്താവും ബഹുമാനപ്പെട്ട തിജാനിയ മാർഗത്തിന്റെ ഇന്ന് ലോകത്ത് ജീവിക്കുന്ന ഏറ്റവും വലിയ നക്ഷത്രവുമാണ് ഷെയ്ഖ് ഇബ്രാഹിം സാലിഹ് ഹുസൈനി തങ്ങൾ. ആ ഷെയ്ഖ് ഇബ്രാഹിം സാലിഹ് ഹുസൈനി തങ്ങൾ കസേരയിൽ ഇരിക്കുമ്പോൾ താഴെ തറയിൽ ഇരിക്കുകയാണ്. ആര്? ഹബീബ് അലി ജിഫ്രി. അപ്പോൾ നിങ്ങൾക്ക് ഈ ആൾ ആരാണെന്ന് അല്പം ബുദ്ധിയുണ്ടെങ്കിൽ മനസ്സിലാക്കാം. അത്രയ്ക്ക് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ഹബീബ് അലി ജിഫ്രി അവിടെ ഇരിക്കണമെങ്കിൽ ആ ആൾ ആരായിരിക്കണം? ആ മനുഷ്യൻ നിങ്ങൾ വളരെ ചിന്തിക്കണം. ആരായിരിക്കണം? ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലാക്കാം ഈ ആളാണ്. ഇനിയിപ്പോൾ നമ്മൾക്ക് ചില ആളുകൾ കാര്യങ്ങൾ മനസ്സിലാക്കാത്ത ചില ആളുകൾ വിമർശിക്കും. ആ വിമർശിക്കുന്നവരെ പറ്റി എനിക്ക് പറയപ്പെടുന്നില്ല. കാരണം അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകാത്തത് കൊണ്ടാണ്. ഈ ഇരിക്കുന്നത് ചില ആളുകൾ പറയും അത് അങ്ങനെ പലതും പറയും. സ്വാഭാവികമായും അവനവന് കിട്ടുന്നതല്ലേ അവനവൻ പറയാം. തിജാനിയ മാർഗത്തിന്റെ ഇന്ന് ജീവിക്കുന്ന ഏറ്റവും വലിയ നക്ഷത്രമാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഇബ്രാഹിം സാലിഹ് ഹുസൈനി തങ്ങൾ. ഇന്ന് ലോകത്ത് ജീവിക്കുന്ന ഏറ്റവും വലിയ നക്ഷത്രം. അവരുടെ കാലിന്റെ ചുവട്ടിൽ വന്നിരിക്കുന്നത് ഷെയ്ഖ് ഹബീബ് അലി ജിഫ്രിയാണ്, ഉസാമ ലസേരിയാണ്. അപ്പോൾ അവരാരായിരിക്കും? ചിന്തിക്കുക. ബഹുമാനപ്പെട്ടവരെ കുറിച്ച് മഹാപണ്ഡിതനായ ഉസ്മാനുൽ ബുത്ഷി പറഞ്ഞ ഒരു വാക്ക് ഈ അടുത്ത ദിവസം ഒരു ഗ്രന്ഥത്തിൽ ഞാൻ കണ്ടു. ഇബ്രാഹിം സാലിഹ് തങ്ങളെ കുറിച്ച് മറ്റൊരു മഹാപണ്ഡിതൻ പറഞ്ഞ വാക്ക്, ലൗല അന്ന ഷെയ്ഖ് ഷരീഫ് ഇബ്രാഹിം സാലിഹ് മൗജൂദ് മഅനാ ഫി ദുനിയ. ദുനിയാവിൽ ഇബ്രാഹിം സാലിഹ് തങ്ങളെപ്പോലത്തെ ഒരാളില്ലായിരുന്നുവെങ്കിൽ ലദഅൂനല്ലാഹ, നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യേണ്ടി വരുമായിരുന്നു. അയ്യുഅതിന ഷെയ്ഖ് ഇബ്രാഹിം സാലിഹ്, ഷെയ്ഖ് ഇബ്രാഹിം സാലിഹിനെ പോലത്തെ ഒരാളെ ഞങ്ങൾക്ക് തരണമെന്ന് നാം അല്ലാഹുവോട് ദുആ ചെയ്യേണ്ടിയിരുന്നു. അങ്ങനത്തെ ആൾ, ആ ആൾ ദുനിയാവിൽ ഇല്ലെങ്കിൽ, അങ്ങനെ ഒരാൾ വന്നിട്ടില്ലെങ്കിൽ, ഷെയ്ഖ് ഇബ്രാഹിം സാലിഹിനെ പോലത്തെ ഒരാൾ ഈ ദുനിയാവിൽ വന്നിട്ടില്ലെങ്കിൽ നമ്മൾ അങ്ങനത്തെ ഒരാളെ ഞങ്ങൾക്ക് തരണമെന്ന് കൂട്ടം കൂടിയിരുന്ന് അല്ലാഹുവോട് ദുആ ചെയ്യേണ്ടി വരുമായിരുന്നു. വലോ അന്ന ഷെയ്ഖ് ഷരീഫ് മൗജൂദുൻ ഫീ ഗൈരി അഫ്രീഖിയ, ആഫ്രിക്ക വൻകരയിലല്ല ഷെയ്ഖ് ഇബ്രാഹിം സാലിഹ് ജീവിച്ചിരുന്നത് എങ്കിൽ അൻഫഖനാ കുല്ല മുംതലികാത്തി ഇഫ്രീഖിയ ലിനജിദഹു, ആഫ്രിക്കയിലെ മുഴുവനും സമ്പത്തും ചെലവഴിച്ച് നാം അദ്ദേഹത്തിന്റെ അടുത്തെത്തൽ അത്യാവശ്യമായി. ഇതൊരു മഹാപണ്ഡിതൻ പറഞ്ഞത് ഷെയ്ഖ് ത്വാഹിർ ഉസ്മാനുൽ ബുത്ഷിയുടെ വാക്കാണ്. ലോകപ്രശസ്തമായ വാക്കാണ്. മനസ്സിലായില്ല? ഷെയ്ഖ് ഇബ്രാഹിം സാലിഹിനെ പോലത്തെ ഒരാൾ ഇന്ന് ലോകത്തില്ലെങ്കിൽ നമ്മൾ അല്ലാഹുവോട് ദുആ ചെയ്യേണ്ടി വരുമായിരുന്നു, അങ്ങനത്തെ ഒരാൾ ഞങ്ങൾക്ക് തരണമെന്ന്. അദ്ദേഹം, ആ മഹാൻ ആഫ്രിക്കയിലല്ല ജീവിച്ചിരുന്നത് എങ്കിൽ നമ്മൾ ചെലവഴിക്കേണ്ടി വരുമായിരുന്നു. എന്തിനെ? ആഫ്രിക്കയിലെ മുഴുവനും സമ്പത്തും ചെലവഴിച്ചിട്ടും അന്വേഷിക്കേണ്ടി വരുമായിരുന്നു. ലിനജിദഹു, അദ്ദേഹത്തെ ഒന്ന് കണ്ടെത്താൻ വേണ്ടി. ആഫ്രിക്കയിലെ മുഴുവനും സമ്പത്ത് ചെലവാക്കിയാണെങ്കിലും അദ്ദേഹത്തെ ലോകത്തെവിടെയെങ്കിലും അദ്ദേഹം മറഞ്ഞിരുന്നുവെങ്കിൽ നമ്മൾ അദ്ദേഹത്തെ കണ്ടെത്താൻ വേണ്ടി ആഫ്രിക്കയിലെ മൊത്തം സമ്പത്തും ചെലവാക്കിയാലും നമുക്കത് നഷ്ടമായിരുന്നില്ല. ചിന്തിക്കുക. ലോകം കണ്ട മഹാന്മാർ പറഞ്ഞ വർത്തമാനമാണ് ഞാൻ ഈ പറയുന്നത്. ലോകം കണ്ട വലിയ വലിയ മഹാന്മാർ. സുബ്ഹാനല്ലാഹ്, നമ്മൾ ചിന്തിച്ചു നോക്ക്. ഞാൻ നിങ്ങളോട് പറയുന്നത്, നിഅമത്തുള്ളവൻ അവൻ്റെ നിഅമത്തിൻ്റെ ഒരു ഭാഗം ചെലവഴിച്ച് ആ കാൽച്ചുവട്ടിലെത്താൻ കഴിഞ്ഞാൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്.
അത് ഭാഗ്യാണ്. രത്നത്തിന് ഒന്ന് കൈ തൊടുകാൻ കഴിയാന്ന് പറഞ്ഞാൽ അതൊരു മാണിക്കക്കല്ല്. കാണുക മാണിക്കക്കല്ലിനെ ഒരിക്കൽ തൊടുക എന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യാണ്. ലോകത്ത് ഇങ്ങനെ ഒരാൾ ഇന്ന് ജീവിച്ചിരിക്കുന്നതായി എൻ്റെ അറിവില്ല. ഇന്ന് ലോകത്ത് ഇങ്ങനെ ഒരാൾ ജീവിച്ചിരിക്കുന്നതായി എൻ്റെ അറിവില്ല. അത്രയും വലിയ അവരുടെ ഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ മഹത്തായ ഗ്രന്ഥങ്ങൾ തന്നെ 400-ലേറെയാണ് വാള്യങ്ങളുള്ള ഗ്രന്ഥങ്ങൾ. ആ ഗ്രന്ഥങ്ങളെ പിന്നീട് നമുക്ക് പരിചയപ്പെടാം. വാള്യങ്ങൾ 1, 2, 3, 4 വാള്യങ്ങളുള്ള ഗ്രന്ഥങ്ങൾ തന്നെ 400-ലേറെയാണ്. മൊത്തം രചനകൾ പ്രസിദ്ധീകരിക്കപ്പെട്ടതും അല്ലാതെയുമായി 1000-ലേറെയാണ് രചനകൾ. 1938 ജനിക്കണത്. 1938 അഥവാ നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന കാലത്ത് അവർക്ക് 9 വയസ്സായിരിക്കും. മനസ്സിലാണ്ട് പറഞ്ഞത് 1938 അവർ ജനിക്കുന്നത്. ഇത് 2025. എപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടാലും അങ്ങനത്തെ മാണിക്കക്കൽ എപ്പോൾ നഷ്ടപ്പെടാം. അള്ളാഹു തആല ദീർഘായുസ്സ് കൊടുക്കട്ടെ. അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. നമ്മളെ സമ്പത്തിന്റെ ഒരു ഭാഗം ചെലവഴിച്ച് ആ കാൽച്ചുവട്ടിൽ എത്താൻ കഴിഞ്ഞാൽ അത് നമ്മളെ ഭാഗ്യമാണ്. വല്ലദീന ഊത്തുൽ ഇൽമ ദറജാത്ത്, വല്ലദീന ഊത്തുൽ ഇൽമ ദറജാത്ത്. ചിന്തിക്കണം. ഞാൻ ഈ അടുത്ത ദിവസം ബഹുമാനപ്പെട്ട ഷെയ്ഖ് മൂസ അബ്ദുൽ ഹുസൈൻ തങ്ങളെ വിളിച്ച് ഞാൻ ഒന്നാമതായി ഷെയ്ഖ് ശരീഫ് ഇബ്രാഹിം സാലിഹ് ഹുസൈൻ തങ്ങളെ പരിചയപ്പെടുത്തുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അവർക്കുണ്ടായ സന്തോഷത്തിന് കയ്യും കണക്കുകയില്ല. എന്തുകൊണ്ട്? ലോകം അറിയേണ്ട ഒരു സംഗതിയാണ്. ഒരു മുസ്ലിമായ ആള് ആദ്യം അറിയേണ്ടത് ഇൽമ ആരുടെ കൈവശമുണ്ട് എന്നാണ്. ഹബീബായ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് عن أبي الدرداء رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم من سلك طريقا يبتغي فيه علما سخر الله له طريقا إلى الجنة. അബൂ ദർദാ തങ്ങളാണ് ഹബീബായ നബി എന്ന് കേട്ട് ഈ ഹദീസ് രേഖപ്പെടുത്തുന്നത്. മൻ സലക ത്വരീഖൻ യബ്തഗി ഫീഹി ഇൽമൻ, ഇൽമുള്ള ഒരു വഴിയെ ഒരാൾ തേടിപ്പോയാൽ സഖലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അല്ലാഹു തആല സ്വർഗ്ഗത്തിലേക്കുള്ള വഴി ആ മനുഷ്യന് എളുപ്പമാക്കി കൊടുക്കും. അല്ലാഹു എളുപ്പമാക്കി തരട്ടെ. വഇന്നൽ മലായിക മലക്കുകൾ ലതളഉ അജ്നിഹതഹാ ലിത്വാലിബിൽ ഇൽമി റിളൻ ബിമാ യസ്നഅ. വഇന്നൽ മലായിക വഅന്നൽ മലായിക മലക്കുകൾ ലതളഉ അജ്നിഹതഹാ, മലക്കുകളുടെ ചിറകുകളെ താഴ്ത്തി കൊടുക്കും. ലിത്വാലിബിൽ ഇൽമി, വിജ്ഞാനം തേടി പോകുന്ന ആൾക്ക്. റിളൻ ബിമാ യസ്നഅ, അയാൾ ചെയ്യുന്ന ആ ചെയ്ത്തിൽ അയാളുടെ കർമ്മത്തിലുള്ള സന്തോഷം എന്ന നിലക്ക് ചിറകുകൾ താഴ്ത്തി കൊടുക്കും. ആര്? മലക്കുകൾ. ശ്രദ്ധിക്കണേ. വഇന്നൽ ആലിം ലയസ്തഗ്ഫിർ ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ്. വഇന്നൽ ആലിം, നിങ്ങളൊരു ആലിമിനെ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ ആളെ മനസ്സിലാക്കണം. വഇന്നൽ ആലിം, അത് മുത്തുനബി പറയാം, ഒരു പണ്ഡിതൻ ലയസ്തഗ്ഫിർ ലഹു, ആ പണ്ഡിതന് വേണ്ടി പൊറുക്കലിനെ തേടിക്കൊണ്ടേയിരിക്കും. മൻ ഫിസ് സമാവാതി, ആകാശങ്ങളിലുള്ളവരെല്ലാം, വമൻ ഫിൽ അർദി, ഭൂമിയിലുള്ളവരെല്ലാം. ഹത്തൽ ഹൈതാനി ഫിൽ മാഇ, വെള്ളത്തിൽ കിടക്കുന്ന മത്സ്യങ്ങൾ പോലും പൊറുക്കലിനെ തേടും. ആർക്ക്? പണ്ഡിതന്. എനിക്ക് ഇതിനു വേണ്ടി എന്നോട് കൽപ്പിച്ച് സമ്മതം തന്നത് എൻ്റെ മുർഷിദായ ബഹുമാനപ്പെട്ട ഷെയ്ഖ് മൂസ അബ്ദുൽ ഹുസൈൻ തങ്ങളാണ് റളിയല്ലാഹു അൻഹു. ആയിരിക്കുന്നത് ഷെയ്ഖ് ഇബ്രാഹിം സാലിഹ് തങ്ങളാണ്. എനിക്ക് കൽപ്പന തന്നത് ഇത് നീ ചെയ്തേ മതിയാവൂ, ഈ ഗ്രന്ഥം നീ വിശദീകരിച്ചേ മതിയാകൂ. ഈ കഴിഞ്ഞ ദിവസം ഗ്രന്ഥകാരനെ വ്യക്തമായി മലയാളക്കരിക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം എന്നും എന്നോട് പറയുന്നത് ആ തറയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട ഷെയ്ഖ് മൂസ അബ്ദുൽ ഹുസൈൻ അല്ലാഹു തആല ദർജ കൊടുത്ത് ആയുസ് നീട്ടി കൊടുക്കട്ടെ. അപ്പം നിങ്ങൾ ചിന്തിക്കണം, ആ ഇരിക്കുന്ന മനുഷ്യൻ ലോകം കണ്ട പണ്ഡിതനാണ്. അതിന് സമാനമായ ഒരു പണ്ഡിതൻ ഇന്ന് ലോകത്തുള്ളത് എൻ്റെ അറിവില്ല. ഒരു ആലിം ആലിമിന് വേണ്ടി പൊറുക്കലിനെ തേടിക്കൊണ്ടിരിക്കും. മംഫിസ്സമാവാതി, ആകാശങ്ങളിലുള്ളവരെല്ലാം, വമംഫിൽ അർളി, ഭൂമിയിലുള്ളവരെല്ലാം, വഹത്തൽ ഹൈതാനി ഫിൽ മാഇ, സമുദ്രത്തിൽ വെള്ളത്തിൽ കിടക്കുന്ന മത്സ്യങ്ങൾ പോലും. എങ്കിൽ അതുള്ള ഒരാളെ ചൂണ്ടാൻ പറ്റിയെങ്കിൽ അതുള്ള പലരുണ്ടാവും. നമുക്ക് ഉറപ്പുള്ള ഒരാളാണ് ആയിരിക്കുന്നത്. ആകാശത്തുള്ളവരെല്ലാം, ഭൂമിയിലുള്ളവരെല്ലാം. ഇന്ന് ഭൂമിയിലുള്ള മുഴുവനും മുസ്ലിം പണ്ഡിതന്മാർ ഈ മനുഷ്യൻ മഹാപണ്ഡിതനായ മഹാരത്നമാണെന്ന് അംഗീകരിക്കാത്ത ഒരാളില്ല. അഹ്ലുസുന്നയിൽ പ്രത്യേകിച്ചില്ല, ഇനി അഹ്ലുസുന്ന അല്ലാത്തവരിലുമില്ല.
അപ്പം ലോകത്തെ മുസ്ലിം പണ്ഡിതന്മാർ മുഴുവനും മഹാപണ്ഡിതൻ അംഗീകരിക്കുന്ന പണ്ഡിതനാണല്ലോ ഈ പണ്ഡിതൻ. എങ്കിൽ പുണ്യ റസൂൽ പറഞ്ഞ വാക്ക് കൃത്യമാക്കാവുന്ന ഒരാളല്ലേ അത്? മനസ്സിലുണ്ട് പറഞ്ഞത്. നമ്മൾ ഒരാളെ കൈ പിടിക്കാൻ വേണ്ടി ഓടുകയാണെങ്കിൽ, നമ്മളെ സമ്പത്ത് ചെലവഴിച്ച് ഈ മനുഷ്യൻ്റെ അടുത്തേക്ക് നമ്മൾ എത്താൻ വേണ്ടി ഓടുകയാണെങ്കിൽ, ഒന്ന് ആ മനുഷ്യനെ നമുക്ക് കൃത്യമാക്കാൻ കഴിഞ്ഞാൽ നമുക്ക് പഴക്കൂലല്ലോ. അത് ഉറപ്പല്ലേ? പണ്ഡിതനാണെങ്കിൽ, ലോകത്തെ ഏറ്റവും വലിയ പണ്ഡിതൻ വേണ്ട, പണ്ഡിതനാണെങ്കിൽ ആ ആൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടിക്കൊണ്ടിരിക്കും. മംഫിസമായി, ആകാശത്തിലുള്ളവരെല്ലാം, മലക്കുകളെല്ലാം, ഇനി അല്ലാത്ത എന്തൊക്കെ കൽക്കുണ്ടോ അവരെല്ലാവരും, മംഫിൽ അർളി, ഭൂമിയിലുള്ളവരെല്ലാം, വെള്ളത്തിൽ കിടക്കുന്ന മത്സ്യങ്ങൾ പോലും, ഉറുമ്പുകൾ പോലും വേറെ ഹദീസിൽ കാണാം. ഇതിന്റെ വേറൊരു വായത്തിൽ കാണാം, ഉറുമ്പുകൾ പോലും പൊറുക്കലിനെ തേടിക്കൊണ്ടേയിരിക്കും. ഇബാദത്തിൽ തൽപരനായ ഒരു സാധാരണക്കാരനേക്കാൾ, ഒരു സാധാരണ പണ്ഡിതന്റെ പോലും ശ്രേഷ്ഠത മറ്റുള്ള നക്ഷത്രങ്ങളെക്കാൾ പൂർണ്ണചന്ദ്രന്റെ പ്രത്യേകതയാണ്. ആലിമീങ്ങളാണെങ്കിൽ അവരാണ് കാലഘട്ടത്തിലെ അമ്പിയാക്കന്മാർ, അവരാണ് വാരിസ്യങ്ങൾ. മനസ്സിലായില്ല? ആലിമാണ് ആ കാലഘട്ടത്തിൻ്റെ വാരിസുൽ നബിയുടെ അനന്തരാവകാശി. എങ്കിൽ ഒരാൾ ആലിമാണെന്ന് ലോകം മുഴുവൻ അംഗീകരിക്കണമെങ്കിൽ ഇന്നത്തെ അമ്പിയാക്കളുടെ വാരിസ് ആളല്ലെങ്കിൽ പിന്നാലെ പറഞ്ഞ മനസ്സിലായി. ഒരു സാധാരണ ആലിമാണെങ്കിൽ പോലും വാരിസുൽ നബിയാണ്. ഇത് ലോകം മുഴുവൻ അംഗീകരിക്കുന്നതാണ്. ഈ മഹാൻ ലോകം കണ്ട പണ്ഡിതനാണ്. നിങ്ങൾ കണ്ടില്ലേ ഹബീബ് അലി ജിബ്രി ആ മനുഷ്യന്റെ കാൽച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ ഈ ആൾ വാരിസുൻ നബിയാണ് എന്ന കാര്യത്തിൽ എന്ത് തർക്കമാണ്? ഇനി ഒരു നബി വരില്ല, ഇനി ആരെയോ വരൂ, ഉലമാക്കളെ വരൂ. അവർ യഥാർത്ഥ ആലിമാകുമ്പോൾ അവർ വാരിസുൻ നബി ആയിരിക്കും. ഒരു നബി ഒരു നാട്ടിലുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെ ബാധ്യത എന്താ പറയും? ഒരു നബി നാട്ടിലുണ്ടെന്ന് ഉറപ്പായാൽ മനുഷ്യരുടെ ബാധ്യത എന്താ പറ? ആ കാൽച്ചോട്ടിൽ പോയി വീട് രക്ഷപ്പെടുത്തി തരണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഈ ആൾ വാരിസുൻ നബിയാണെന്ന കാര്യത്തിൽ തർക്കമില്ല. അതാ പറഞ്ഞത്. എന്ത്? അതുകൊണ്ടാണ് നേരത്തെ ആ പണ്ഡിതൻ എന്ത് പറഞ്ഞത്? ഈ മനുഷ്യൻ ആഫ്രിക്കയിൽ നിന്ന് അപ്രത്യക്ഷമായാൽ അല്ലായിരുന്നുവെങ്കിൽ ആഫ്രിക്കയിലെ മുഴുവൻ സമ്പത്തും ചെലവഴിച്ച് ഭൂമിയുടെ ഏതെങ്കിലും ഇരുളിൽ പോയി ഈ മനുഷ്യന്റെ കണ്ടുപിടിക്കേണ്ട ബാധ്യത നമുക്കുണ്ടാവും. കാരണം ഇത് അത്രയും വല്ല. മനസ്സിലായോ? നബിമാർ ഇനി വരൂല. അത് പുണ്യ റസൂലിനോടുകൂടെ ഖിതാമുൽ അംബിയാ മുഹമ്മദ്, പുണ്യ റസൂലിനോടുകൂടെ ഖിതാമുൽ അംബിയാ വന്നു കഴിഞ്ഞു. നീ അംബിയാക്കൾ ഹബീബ റസൂലുള്ളാഹിക്ക് ശേഷം വരൂല. സയ്യിദ് ഈസ അലൈഹിസ്സലാത്തു വസ്സലാം അന്ത്യനാളിൽ വന്നാൽ പോലും വഹ്യ് കൊണ്ടോ ഒരു നബി എന്ന നിലയിലോ അവർ ഒരു ആക്റ്റും ചെയ്യൂല. പിന്നെ മുഹമ്മദിലെ ഒരു വാരിസ് എന്ന നിലയിൽ മാത്രമാണ് വർക്ക് ചെയ്യുന്നത് സയ്യിദുനാ ഈസ. അപ്പൊ ഇനി ആലിമീങ്ങളെ ഹബീബ നബിക്ക് ശേഷം വരും. ആ ആലിമാണെങ്കിൽ വാരിസുൻ നബി ആയിരിക്കും. ഒരു നാട്ടിലെ ആലിം ആ നാട്ടിലെ വാരിസുൻ നബിയാണ്. ഇത് ലോകത്തിന് മുഴുവനും ആലിമായ വ്യക്തിയ ആയിരിക്കണത്. നിങ്ങളെ സമ്പത്ത് മുഴുവനും ഞാൻ ഈ മനുഷ്യനെ കാണാൻ വേണ്ടി ഏറ്റി കൊടുക്കട്ടെ. പലതവണ പോയിട്ടുണ്ട് റബ്ബിന്റെ സഹായത്താൽ. ഞാൻ ആഗ്രഹിക്കുന്ന ഒന്ന്, അള്ളാഹുവിൻ്റെ കോടതിയിൽ പ്രവേശിച്ച് അള്ളാഹു സുബ്ഹാനഹു നീ നിന്റെ ജീവിതത്തിൽ ചെയ്ത നന്മകൾ അള്ളാഹു ഏറ്റവും അറിവുള്ളവനാണ്. എങ്കിലും അള്ളാഹുവിൻ്റെ കോടതി പറയാനുള്ള കാര്യം ഈ മനുഷ്യനെ കൈ പിടിക്കാൻ വേണ്ടി ഞാൻ എന്നെ സമ്പത്ത് ചെലവഴിച്ചു പോയിട്ടുണ്ട് എന്നാണ്. നമുക്ക് പറഞ്ഞത് മനസ്സിലല്ലോ. ആലിമീങ്ങൾ വാരിസുൻ നബിയാണ്. അമ്പിയാക്കൾ അമ്പിയാക്കൾ ദീനാറും ദിർഹമും ഇട്ടേച്ച് പോയിട്ടില്ല. അവരെ അനന്തരമെടുക്കാൻ അവർ ദിർഹമും ദീനാറും ബാക്കിയാക്കി വെച്ചിട്ടില്ല. അവരുടെ അനന്തര സമ്പത്ത് വിജ്ഞാനമാണ്. ഫമൻ അഖദഹു, അതൊരു ആലിമിന്റെ കയ്യിൽ നിന്ന് നിനക്ക് പിടിക്കാൻ കഴിഞ്ഞാൽ നിനക്ക് മഹാഭാഗ്യമാണ് നീ പിടിച്ചിട്ടുള്ളത്. മഹാഭാഗ്യത്തോടു കൂടിയാണ് നീ അത് കരഗതമാക്കിയത്. മനസ്സിലായില്ല? പുണ്യ റസൂലിന്റെ ഹദീസിന്റെ അവസാന ഭാഗം ഹബീബായ നബി പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി പറയാണ്, ഈ വാക്കിന്റെ അവസാന ഭാഗം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഫമൻ അഖദഹു,
ഒരു ആലിമിൻ്റെ കയ്യിൽ നിന്ന് ഒരാൾക്കൊന്ന് കരഗതമാക്കാൻ കഴിഞ്ഞാൽ മഹാഭാഗ്യത്തോടു കൂടെ അല്ലാതെ നിനക്കത് കരഗതമാക്കാൻ സാധ്യമല്ല. അപ്പോൾ നീ കരഗതമാക്കുന്നുണ്ടെങ്കിൽ ഒരു ആലിമിൽ നിന്ന് നിന്നെ പിടിക്കാൻ നിനക്ക് കഴിഞ്ഞാൽ നിനക്ക് മഹാഭാഗ്യം, അള്ളാഹു നിനക്ക് മഹാഭാഗ്യം ചെയ്തിട്ടല്ലാതെ നിനക്കത് അവിടെ എത്താൻ കഴിയില്ല. അതുകൊണ്ട് നിന്റെ കയ്യിലുള്ളത് മുഴുവൻ നഷ്ടപ്പെടുത്തിയാലും നിനക്ക് നല്ലത് ആ പണ്ഡിതനെ കണ്ടുതരാം. ആ മനുഷ്യനെ നല്ല മനസ്സോടുകൂടെ സമീപിക്കുകയാണ്. ബഹുമാനപ്പെട്ട മഹാനായ ഷെയ്ഖുൽ മശായിഖ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്രാഹിം നിയാസ് കൗലഖി തൻ്റെ റൂഹുൽ അദബിൽ പറഞ്ഞ ഒരു കവിതാശകലം സാന്ദർഭികമായി ഞാനിവിടെ ഉദ്ധരിക്കാം. ബഹുമാനപ്പെട്ടവർ പറയാം, كميل عرفان إماما صالحا واطلب مربيا خبيرا ناصحا كميل عرفان إماما صالحا واطلب مربيا നിന്നെ ഈമാനിക മാർഗത്തിൽ നിന്നെ വളർത്തിത്തരുന്ന ഒരാളെ എപ്പോഴും നീ അന്വേഷിച്ചു കൊണ്ടിരിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അത് നീ മുഅ്മിനാണെങ്കിൽ, നീ സത്യമാർഗം ഉദ്ദേശിച്ച് സത്യമാർഗത്തിലാണെങ്കിൽ നീ എപ്പോഴും നിന്നെ ആ മാർഗത്തിൽ വളർത്തിത്തരുന്ന ഒരാളെ നീ അന്വേഷിക്കണം. മുറബ്ബി, വളർത്തിത്തരുന്ന ആൾ. ഏതർത്ഥത്തിൽ നിങ്ങൾ പറഞ്ഞാലും മനസ്സിലായില്ലേ? പറഞ്ഞ് നമ്മളെ മുറബ്ബിയത്താണ്. മനസ്സിലായില്ലേ? നമ്മളെ അടിസ്ഥാനത്തിൽ നമ്മളെ ഒരു മാർഗത്തിലാക്കി വളർത്താൻ പ്രധാനപ്പെട്ട കാരണക്കാരി ഉമ്മയാണ്. മനസ്സിലാവ് പറഞ്ഞത്. അതിൻ്റെയൊക്കെ അപ്പുറത്താണ് ഒരു പണ്ഡിതൻ. കാരണം ഉമ്മക്കൊരു പരിധിയുണ്ട്, പണ്ഡിതന് പരിധിയില്ല. പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ നിറച്ചിരിക്കുകയാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖജനാവ്. അവരുടെ ഖജനാവ് ഹബീബ് പാട് ഉപേക്ഷിച്ച ഖജനാവ് ദീനാറും ദിർഹമുമല്ല. പിന്നെ അതെന്താണ്? ഇൽമാണ്. അപ്പൊ ഈ മജ്‌ലിസിലിരിക്കുന്ന ആളുകൾ കഴിയുമെന്ന് തോന്നുന്ന ആളുകൾ ആ മനുഷ്യന് ദീർഘായുസ് കിട്ടാൻ ദുആ ചെയ്യുകയും ഒരിക്കലെങ്കിലും ആ മനുഷ്യൻ്റെ മുന്നിൽ ഒന്ന് എത്തിപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കുമാണ്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അതെന്താണെങ്കിലും നിനക്ക് മാറ്റം വരില്ല. ഒരു കാലഘട്ടത്തിൽ ഒരു നക്ഷത്രം ഉണ്ടാവും, ദീനിന്റെ നക്ഷത്രം ഉണ്ടാവും. അത് ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവും. അതിലൊരു അവസാനത്തെ നക്ഷത്രമാണ് ഇമാമുൽ മഹ്ദി റളിയല്ലാഹു അൻഹു. ഓരോ കാലത്തുണ്ടാവും. അപ്പം അങ്ങനത്തെ ഒരാളെ കുറിച്ച് നിനക്ക് അറിവ് കിട്ടിയാൽ നീ അങ്ങോട്ട് പോകണം. ഒത്തുറുബ് നീ എപ്പോഴും അന്വേഷിച്ചു കൊണ്ടിരിക്കണം. മുറബ്ബിയൻ, ദീനി മാർഗത്തിൽ ആത്മീയമായി നിന്നെ വളർത്തിത്തരാവുന്ന ഒരാളെ. ഖബീറൻ, ഒരു അഗാധ ജ്ഞാനിയെ. നാസിഹൻ, ഒരു ഗുണകാംക്ഷി. കമീൽ അർഫാനിൻ, മഅരിഫത്ത് പൂർത്തിയായ ഒരു വ്യക്തിയെ. ഇമാമന സ്വാലിഹ, ഒരു സ്വാലിഹായി മുന്നിൽ നിൽക്കാവുന്ന ഒരു ഇമാമിനെ. അങ്ങനെ ഒരാൾ, നിറഞ്ഞ ഒരാൾ ഈ സമാനിലുണ്ടെങ്കിൽ അക്കൂട്ടത്തിൽപ്പെട്ട നമുക്കറിയാവുന്ന ഒരാളാണ്. അല്ലാത്ത ആളില്ല എന്നാണോ? അറിയൂല. ഉണ്ടാവും. ഇത് നമ്മൾ ളുഹൂറിൽ വന്നല്ലോ. മാനത്ത് നമ്മൾ നോക്കിയാൽ കോടാനക്കോടി നക്ഷത്രങ്ങളുണ്ടാവും. പക്ഷെ നമ്മൾ കാണുന്നത് 10 15 നക്ഷത്രങ്ങളെയാണ്. ആ നക്ഷത്രങ്ങളെ വിളിച്ചാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ അത്രയേ ഉള്ളൂ എന്ന് പറയണ്ട. മനസ്സിലായില്ല? നമുക്ക് വെളിവായ നക്ഷത്രമല്ലേ നമുക്ക് ഉപകരിക്കുള്ളൂ. മനസ്സിലാവണില്ലേ കുട്ടികളെ? ആകാശത്തേക്ക് നോക്കിയാൽ, രാത്രി നോക്കിയാൽ നിനക്ക് ആകാശത്ത് നീ കാണുന്ന ഒരു 10 16 നക്ഷത്രം, ചിലപ്പോൾ ഒരു നക്ഷത്രം. കാർത്തിക ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കും, ഒരു നക്ഷത്രം പിന്നെ അപ്പം ഇല്ല. കാർത്തികയുടെ നക്ഷത്രം തന്നെ ഭൂമിക്ക് അത്യാവശ്യത്തിന് മതിയാവും ചെയ്യും. എന്നാ ഈ കാർത്തിക മാത്രമേ ലോകത്തുള്ളൂ? ഈ കാർത്തിക മാത്രമേ ആകാശത്തുള്ളൂ? അല്ല 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 അല്ല. ആകാശത്ത് അവിടെ നക്ഷത്രങ്ങളുടെ മഹാലോകാണത്. കോടാനക്കോടിയുള്ള ഗാലക്സികൾ എത്ര ഒക്കെ ഉണ്ട്. പക്ഷെ നീ അത് കാണില്ല. നിനക്ക് അപ്പോൾ ഉപകരിക്കുന്ന നക്ഷത്രമാണ് നിന്റെ നക്ഷത്രം. ആ നക്ഷത്രത്തിന്റെ ഉപകാരമാണ് നിനക്ക് കിട്ടുക. എങ്കിൽ ലോകത്ത് ഇങ്ങനത്തെ ആളുകൾ വേറെ ഉണ്ടായിക്കൂടെ? ഉണ്ടാവില്ല എന്ന് പറയണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുദ്റത്തിനെ നമ്മൾ എന്തിനാ വടിവെക്കുന്നത്? അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നിന്നെ സംബന്ധിച്ചിടത്തോളം നിന്റെ മൽഹറിൽ ഇങ്ങനൊരു മഹത്തായ നക്ഷത്രം നീ കണ്ടല്ലോ. നീ വീട്ടിൽ വാതിലടച്ചിരിക്കാതെ മുറ്റത്തിറങ്ങിയാൽ ആ നക്ഷത്രത്തിന്റെ വെളിച്ചം നിനക്ക് കിട്ടുമല്ലോ. ആ നക്ഷത്രത്തിന് തേടിപ്പോകൽ നിനക്ക് ബാധ്യതയാണല്ലോ. മുറബ്ബി എന്നുള്ളത് വളരെ ചിന്തിക്കണം. ഇത് ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ഇസ്ലാം ഇബ്രാഹിം നിയാസ് കൗലഖി റളിയല്ലാഹുവിന്റെ വാക്കാണ്.
മുറബ്ബിയൻ ഖബീറൻ നാസിഹാ കമീല ഇർഫാനിൻ ഇമാമൻ സ്വലിഹാ. അങ്ങനെ ഒരാൾ ഇന്ന് ലോകത്ത് എൻ്റെ അറിവിലുള്ളതും ഞാൻ അറിഞ്ഞവരുടെ അറിവിലുള്ളതും ആ കസേരയിലിരിക്കുന്ന ആളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ദർജയ്ക്ക് കൊടുക്കട്ടെ. ഒത്തുലുബ് മുറബ്ബിയൻ, നിന്നെ ഈമാനികമായി വളർത്തിത്തരുന്ന ഒരാളെ നീ അന്വേഷിക്കണം. ഖബീറൻ, നിപുണജ്ഞാനമുള്ള വ്യക്തി, വലിയ ജ്ഞാന നൈപുണ്യനായൊരു വ്യക്തി. നാസിഹാൻ, ഒരു ഗുണകാംക്ഷി, എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നൊരു വ്യക്തി. 100%. കാമില ഇർഫാനിൻ, മാരിഫത്ത് പൂർത്തിയായ ഒരു വ്യക്തി. പിന്നെ ഇമാമൻ സ്വാലിഹാൻ, ഒരു സമാന്റെ ഏറ്റവും മഹാനായ ഇമാം. മനസ്സിലുകൊണ്ട് പറഞ്ഞത് അങ്ങനത്തെ ആളുകളൊക്കെ കഴിഞ്ഞു പോയിട്ടില്ലേ? തീർച്ചയായും കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ ഇന്ന് അങ്ങനത്തെ ഒരാൾ നിന്നെ വളർത്തിത്തരാൻ നിനക്ക് ചെന്നാ മനുഷ്യനൊന്ന് കിട്ടിയാൽ ആ ആൾ വാരിസുൻ നബിയാണെന്ന കാര്യം ഉറപ്പാണ്. ഈ വാരിസുൻ നബിയുടെ കയ്യിൽ എന്തുണ്ടാകും? എന്താ ഉണ്ടാവുക? അശഅത്തുൻ നുബുവ, ആ ബഖിയത്തു അശിഅത്തുൻ നുബുവ, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ നുബുവത്തിന്റെ പ്രകാശത്തിന്റെ പ്രകാശ രേണുക്കൾ, പ്രകാശരശ്മികൾ ആ കണ്ണിലുണ്ടാവും. ഒന്നുകൂടി നോക്കിയാൽ നീ നന്നാവും. പറഞ്ഞത് മനസ്സിലായി? ഇതൊക്കെ ആയത്തും ഹദീസും വെച്ചാണ് നിങ്ങളോട് പറഞ്ഞത്. എന്റെ അഭിപ്രായം പറയല്ല. യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ, വിജ്ഞാനം നൽകപ്പെട്ടവർക്ക് ദറജകൾ ഉണ്ടാവും. നിന്നെ നന്നാക്കാൻ ആ മനുഷ്യൻ എമ്പാടുമാവും. ഇന്ന് ലോകത്ത് അറിവില്ല, ഇതിനേക്കാൾ വലിയൊരാൾ എന്റെ അറിവിലില്ല. ആയിരക്കണക്കായ രചനകളുണ്ട് ഇയാൾക്ക്. 400-ലേറെ മഹാഗ്രന്ഥങ്ങളുണ്ട്. ഏതൊക്കെ വിഷയത്തിൽ നിന്നാല് പിന്നീട് ഞാൻ പറയാം. ഖുർആൻ തഫ്സീർ, ഇൽമുൽ ഹദീസ്, ഇസ്തിലാഹുൽ ഹദീസ്, ഫിഖ്, ഞാൻ പറഞ്ഞില്ലേ എന്തൊക്കെ വിഷയത്തിലാണ് ആ മനുഷ്യന് ഗ്രന്ഥങ്ങൾ എന്ന് പറയാൻ കഴിയുക. അത്രയും. അതിൽ മത്ബൂആത്തുമുണ്ട്, മഖ്തൂതാത്തുമുണ്ട്, പ്രകാശം ചെയ്യപ്പെട്ട പുറത്തു വന്ന ഗ്രന്ഥങ്ങളുമുണ്ട്. എന്നാൽ എഴുതി വെച്ചതുണ്ട് അനവധിയാണ്. അതൊരു മഹാഭാഗ്യ. തൗഫീഖ് ഇല്ലാത്ത ഒരാൾക്ക് അത് ചെയ്യാൻ കഴിയില്ല. അപ്പൊ അങ്ങനത്തെ ഒരാളെ അന്വേഷിക്കാനുള്ള ഒരു അവസരം ഇതുവഴി തുറന്നു തരികയാണ്. പിന്നെ അത്യാവശ്യമായ വിജ്ഞാനം ഇതിൽ നിന്ന് നമുക്ക് നേടുകയും ചെയ്യാം. ഒരു ഗ്രന്ഥം ബഹുമാനപ്പെട്ടവരെ പരിചയപ്പെടുത്തുന്നത് സാദത്ത് മുഅല്ലഫാതുഹു, മുഅല്ലഫാതു ഷെയ്ഖ് ഇബ്രാഹിം സാലിഹ് അൽ ഹുസൈനി അലാ ബിഅഅത്തി മിനൽ കുതുബി. 100 കണക്കിന് മഹാഗ്രന്ഥങ്ങൾ ആ കയ്യിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട്. അവിടുത്തെ പ്രഭാഷണങ്ങൾ ലോകത്തെ മഹത്തായ വെളിച്ചമായ പ്രഭാഷണങ്ങളായി ഇന്നും ലോകം സൂക്ഷിക്കുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു മനുഷ്യനെ പരിചയപ്പെടാനുള്ള ഒരവസരമായി നമ്മൾ ഇത് മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ടവർ ജനിക്കുന്നത് 1938 മെയ് 13, 1957 റബീഉൽ അവ്വൽ 12. തിരിഞ്ഞില്ല, മനസ്സിലായില്ല. ഈ മഹാൻ ജനിക്കുന്നത് 1938 മെയ് 13, 1357 ഹിജറ റബീഉൽ അവ്വൽ 12. മനസ്സിലായില്ല. മനസ്സിലായ പറഞ്ഞു. എത്രയാ? 1938 മെയ് 13. അതായത് ഹിജറ കണക്കിൽ 1357 റബീഉൽ അവ്വൽ 12. ഇത് 1446. അപ്പൊ അറബി കണക്കിൽ ഇനി അവർക്കൊരു നൂറ്റാണ്ട് തികയാൻ എത്ര ബാക്കിയുള്ളൂ? 9 കൊല്ലം. 100 അല്ലേ? മനസ്സിലായോ? ഇനി 7 കൊല്ലം കഴിഞ്ഞാൽ 100 വയസ്സ് തികയും. ഖൈറുക്കും മൻ സാദ ഖൈറുക്കും മൻ ത്വാല ഉംറുഹു വഹസന അമലുഹു എന്ന പുണ്യ റസൂൽ. മഹത്തായ കർമ്മത്തോടുകൂടി ആയുസ് നീട്ടി കിട്ടിയവൻ മഹാഭാഗ്യവാൻ. നിങ്ങളിൽ ഏറ്റവും ഹൈറായ ആൾ. ഒരു ജീവിതത്തിൽ ഒരു തിന്മയുടെ പൊടി കൊണ്ട് ആ മനുഷ്യൻ അറിയപ്പെട്ടില്ല. നന്മയില്ലാത്തൊന്നും ജീവിതത്തിലില്ല. അപ്പൊ 1938 മെയ് 13 അഥവാ 1357 റബീഉൽ അവ്വൽ 12 അതാ ജന്മം.